ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പച്ചടിയാണ്. നല്ല ടേസ്റ്റിയോടുകൂടി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരിക്ക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് MP-യിൽ കിട്ടാത്തൊരു സാധനമായിരുന്നു. പിന്നെ ബോംബെയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും, നാട്ടിലും കിട്ടുമല്ലോ. അതുകൊണ്ട് കുറേ വർഷങ്ങളായി ഈ വെള്ളരിക്കയുടെ പച്ചടി കഴിച്ചിട്ട്. പിന്നെ വെള്ളരിക്ക കിട്ടാതെ വരുമ്പം ലോക്കിയുടെ പച്ചടി അല്ലെങ്കിൽ ചുരക്ക എന്ന് പറയില്ല, അതിൻ്റെ പച്ചടി ഞാൻ തയ്യാറാക്കുമായിരുന്നു. അപ്പം വെള്ളരിക്ക കിട്ടിയപ്പം വിചാരിച്ച് നല്ല പച്ചടി തയ്യാറാക്കുന്നു. ഞാനിത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അത് ചെത്തി കഴുകിയെടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണ് പച്ചടി. അത് ഏതിൻ്റെ പച്ചടി വെച്ചാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബീറ്റ്റൂട്ട് അതുപോലെ ചുരക്ക ഒക്കെ വെച്ച് പച്ചടി തയ്യാറാക്കുകയല്ലേ, അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം വെള്ളരിക്ക കിട്ടിയപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തുവാൻ പറ്റും. ഞാനിതിവിടെ ഇതിൻ്റെ തൊലിയൊക്കെ എല്ലാം ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കനം കുറച്ച് തീരെ ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പം ഇത് ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നു. അത് അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറുതായി അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് അരിയുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വെള്ളരിക്കയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ അതിലേക്ക് എരിവിനാവശ്യമായ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. മുളക് ഈ സമയത്ത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, തേങ്ങ അരയ്ക്കുമ്പോൾ അരച്ചാലും മതി. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പച്ചടി ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് നല്ലവണ്ണം വേവിച്ച് എടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് മസാല അല്ലെങ്കിൽ തേങ്ങ കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ തേങ്ങ എടുത്തു. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം പിന്നെ അല്പം കടുക് കൂടി ചേർത്ത് ഒന്നുകൂടി അരയ്ക്കാം. കടുക് ആവശ്യത്തിന് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളരിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് കുറച്ചുകൂടി ഇങ്ങനെ കിടക്കുന്നത് അധികം ഇഷ്ടമല്ല. ഇത് വെള്ളരിക്ക എന്താണെങ്കിലും നമ്മൾ സ്പൂൺ വെച്ച് ഉടച്ചാൽ അത് നല്ലവണ്ണം ഉടഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പച്ചടി വെക്കുമ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയിട്ട് മാത്രമേ ഇത് ഞാൻ മസാല ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതിയല്ല 3/4 ഭാഗത്തോളം ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ചൂട് ആറിക്കഴിയുമ്പോൾ വേണം ഒന്ന് കറക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അത് അവരവരുടെ ഇഷ്ടമാണ്, അത് അരച്ച് ചേർക്കണമല്ലോ എന്നുള്ളത്. ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ച് മാത്രമല്ല, എല്ലാം ഒന്നും കഷ്ണം നമ്മൾ അരച്ചിട്ടില്ല, 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് മസാല ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് ഇതൊന്ന് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തത്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർക്കുക. ഞാനിവിടെ 3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് പുളി കുറവായ തൈരായിരുന്നു, അതുകൊണ്ട് ഞാൻ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കാം.
ഇനി നമുക്കിതിൽ കടുക് വറുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ ഞാൻ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് അത്രയും കൂടി ചേർത്ത് ഒന്ന് കടുക് വറുത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് പച്ചടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. വെറുതെ ആണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പച്ചടി എന്ന് പറയുന്ന സാധനം. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്നും കഴിക്കാറില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും പച്ചടി ഉണ്ടാക്കാൻ അറിയാം, എന്നാലും പെട്ടെന്ന് വല്ലപ്പോഴും ഒക്കെ തയ്യാറാക്കി കഴിക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. പിന്നെ ഏത് പച്ചടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതുകൂടി കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ പച്ചടി ഇഷ്ടമല്ലല്ലോ. ബീട്രൂട്ട് പച്ചടി ഇഷ്ടമുണ്ട്, പൈനാപ്പിളിൻ്റെ, അങ്ങനെ പല പച്ചടികളില്ലേ. അപ്പം ഏത് പച്ചടിയാണ് ഇഷ്ടമെന്നുള്ളതുകൂടി അറിയിക്കുക. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയും പിന്നെ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.